അനുമതിയോടെ നമുക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട ഭാസ് സാറിനെ സദയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശുഭകാര്യങ്ങൾക്ക് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കണമെന്നല്ല, എൻ്റെ പേരിൽ എന്നെ ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ പണ്ടത്തെ ഒരു ഇത് നോക്കി പോരാണ്. തുടങ്ങുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായൊരു സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളെ ജീവിതം ധന്യമാക്കണം. ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയള്ളാവും ഏകമെല്ലാമേകണമെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. നമസ്കാരം. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രിയ അനിൽജിയെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. പുനർനവയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ സാന്ത്വനലയത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് മാർച്ച് 14 മാത്തമാറ്റിക്സ് ഡേ ആണ്. അതുകൂടി അല്ലാതെ കൂടെ അതിൻ്റെ കൂടെ 5 ഡേയും കൂടിയാണ്. 3.14 മാർച്ച് 14. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഗത ഭക്ഷണമാണ്. ആദ്യമായി സ്വാഗതം പറയാതെ തന്നെ നമുക്ക് പ്രാർത്ഥന ചൊല്ലിത്തന്ന ബാസി സാറിന് സ്വാഗതം പറയുന്നു. പിന്നെ അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നത് നമ്മുടെ കോർഡിനേറ്ററായ ജേക്കബ് സാറാണ്. അതിൻ്റെ കൂടെ ചുക്കാൻ പിടിക്കുന്ന റോസ്റ്റിക്കും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഗാനാലാപനമായി എത്തുന്ന തലിലാജിക്ക് സ്വാഗതം. പിന്നെ എപ്പോഴും നമ്മളെ കവിതയിലൂടെ രസിപ്പിക്കുന്ന ശ്രീമതി സിന്ധുജിക്ക് സ്വാഗതം പറയുന്നു. ഒരു കഥയുമായി എത്തുന്നത് ശ്രീ മോഹൻദാസ് ജിയാണ്. മോഹൻദാസ് ജിക്കും സ്വാഗതം പറയുന്നു. ഭക്തിയുടെ ഒരു ഗാനമായി രജനി ജി എത്തിയിട്ടുണ്ട്. രജനി ജിക്കും സ്വാഗതം ചെയ്യുന്നു. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ, നമ്മളെ മനസ്സുണ്ടാക്കാൻ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ലേഖനവുമായി എത്തുന്നു ബാലേട്ടൻ. ബാലേട്ടന് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കളരിയും യോഗ ഡാൻസുമായി ഇവിടെ എത്താൻ പോകുന്നത് നമ്മുടെ ഇൻസ്ട്രക്ടറായ രമ്യാജിയാണ്. രമ്യാജിയെയും ഈ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ ഗാനവുമായി എത്തുന്ന ഗീതാജിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദി പ്രകാശനവും ഈ യോഗത്തിന്റെ ഫീഡ്ബാക്കും നമുക്ക് തരുന്നത് ജോഷി സാറാണ്. ജോഷി സാറിനെയും ഈ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം.
താങ്ക് യു അനിൽജി, വളരെ ഹ്രസ്വമായ സ്വാഗത പ്രസംഗത്തിന് താങ്ക് യു. ഇനി അധ്യക്ഷന്റെ അവസരമാണ്. പുനർനവയിലെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. നമ്മുടെ പുനർനവ കുടുംബം ഓരോ മാസവും സംഘടിപ്പിക്കുന്ന ഈ സാന്ദ്രലയം എന്ന ഈ സാംസ്കാരിക സന്ധ്യയുടെ അധ്യക്ഷനായി സംസാരിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ മാസവും 14-ാം തീയതി ആയിരുന്നു ഫെബ്രുവരിയിലെ നമ്മുടെ സാന്ദ്രലയം പ്രോഗ്രാം നടന്നത്, വാലന്റൈൻസ് ഡേയില്. ഈ മാസവും 14-ാം തീയതി തന്നെ ആ ദിവസം സമാഗതമായിരിക്കുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ പ്രോഗ്രാമിന് ശേഷം സത്യത്തില് എല്ലാവരും വളരെ വിഷമത്തോടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ആഗോളമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു ഭീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. എന്നാൽ എല്ലാവരും സന്തോഷത്തോടെ, നമ്മുടെ നാട്ടിലും ഈ യുദ്ധത്തിന്റെ കെടുതികളൊക്കെ വന്നെങ്കിലും നമ്മുടെ പുനർനവയില് എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു. അത് അങ്ങനെ ഉള്ള ഈ അവസരത്തിൽ സംഗീതവും കവിതയും ചിന്തയും ആത്മീയതയും ഒക്കെ പങ്കിടാൻ നമ്മെ ഒരുമിപ്പിക്കുന്ന ഈ ഒരു വേദിയായിട്ട് ഈ സംഗമത്തെ മാറ്റാം. ലോകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യ സമൂഹം വലിയ ശാസ്ത്രീയ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും ഇപ്പോഴും യുദ്ധം നിലനിൽക്കുന്നു. എവിടെയായാലും അത് മനുഷ്യന്റെ കണ്ണീരിനും വേദനയ്ക്കും ഒക്കെ കാരണമാകുന്നു. വീടുകൾ തകർന്നു വീഴുന്നു, മനുഷ്യന്റെ ഓരോ കുടുംബങ്ങൾ പിരിഞ്ഞു പോകും, മനുഷ്യന്റെ മനസ്സിൽ ഭയം നിറയും. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. യുദ്ധം എത്ര ശക്തമായാലും അവസാനം ജയിക്കുന്നത് സമാധാനമാണ്. മനുഷ്യന്റെ ഹൃദയത്തിലെ സ്നേഹവും കരുണയും സഹോദരഭാവവും ഒരിക്കലും തോൽക്കില്ല. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഒരേ സന്ദേശം തന്നെ പറയുന്നത്. ഇപ്പോ ഹൈന്ദവരുടെ ഇടയിലെ ശബരിമലയിലെ ആ സീസൺ അങ്ങോട്ട് കഴിഞ്ഞ സമയമാണ്. ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം സഹോദരങ്ങളും നോമ്പും ഉപവാസവും ആത്മീയ ശുദ്ധീകരണത്തിന്റെയൊക്കെ വഴിയിലൂടെ നടക്കുകയാണ്. നോമ്പും ഉപവാസവും ഒന്നും വെറും ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ആത്മീയ യാത്ര കൂടിയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയും അഹങ്കാരത്തെയും ഒക്കെ നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനമാണ്. വിശപ്പിന്റെ ചെറിയൊരു അനുഭവം പോലും മറ്റൊരാളിന്റെ കഷ്ടപ്പാട് തിരിച്ചറിയാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നോമ്പും ഉപവാസവും ഒക്കെ മനുഷ്യനെ കൂടുതൽ കരുണയുള്ളവനാക്കുന്നത്. ഈ ആത്മീയ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ആണ് ഇന്നത്തെ ഈ സാംസ്കാരിക സന്ധ്യ, നമ്മുടെ സാന്ദ്രലയം പ്രോഗ്രാം നടക്കുന്നത്. സംഗീതവും കവിതയും കഥയും, ഇന്ന് പ്രത്യേകമായി നമ്മുടെ യോഗ ഡാൻസ് ഉൾപ്പെടെ, ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിലെ നല്ല വികാരങ്ങളെ ഉണർത്തുന്ന ശക്തികളാകട്ടെ. കല മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുകയാണ്. ഇതേപോലുള്ള വേദികൾ സമൂഹത്തിന്റെ വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യനെ സ്നേഹിക്കണം എന്ന സന്ദേശം. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കുചേരുന്ന എല്ലാ കലാകാരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. അവരുടെ അവതരണങ്ങൾ ഈ സന്ധ്യയെ കൂടുതൽ മനോഹരമാക്കുമെന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. ഈ പരിപാടിയെ പങ്കെടുക്കാനിരിക്കുന്ന എല്ലാ എൻ്റെ സഹോദരന്മാർക്കും സഹോദരികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട്, സമാധാനത്തിന്റെ, സന്ദേശത്തിന്റെ, സ്നേഹത്തിന്റെ വെളിച്ചം എല്ലാവർക്കും പകരാം. ഒരുമിച്ച് എല്ലാവർക്കും ആ സമാധാനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് ആദ്യത്തെ പ്രോഗ്രാമായിട്ട് നമ്മുടെ ഒരു ഗാനവുമായി ശ്രീമതി സലിജ എത്തുന്നതായിരിക്കും.
എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. യെസ് യെസ്. ഞാൻ വീഡിയോ വീഡിയോ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിലാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറവും. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനായി മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. സമയകല്ലോലങ്ങൾ കുതറുമീ കരയുന്ന മണലിന്റെ ആർദ്രമാറിടത്തിൽ ഒരു മൗനശില്പം തീർത്തെന്തോ തിരിയുന്നു സാന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രളയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിൽ. താങ്ക് യു. അപ്പൊ അതിന്റെ ആ പാട്ടിന്റെ ട്രൂ സ്പിരിറ്റിൽ എടുത്ത് നന്നായിരിക്കുന്നു. താങ്ക് യു സലിജ. അപ്പൊ അടുത്തത് ഒരു കവിതയായി വരുന്നു ശ്രീമതി സിന്ധു. സിന്ധുജി പ്ലീസ് കം. നമസ്കാരം. ഞാനൊരു ചെറിയ കവിതയാണ്. സായന്തനം എന്നാണ് ആ കവിതയുടെ പേര്. ഉച്ചയായി മധ്യാഹ്നമായി അസ്തമിക്കുവാനിനി ഒട്ടു നേരമേയുള്ളൂ. ഞാൻ അല്പമിരിക്കട്ടെ. എത്രയോ കാതം താണ്ടി നമ്മൾ ഒന്നിച്ചീ വഴി ഒട്ടു താങ്ങായി പിന്നെ പിണങ്ങി ഇണങ്ങിയും. ഇപ്പോഴും ഓർക്കുന്നു ഞാൻ നെയ്തുകൂട്ടി നാം എത്ര സ്വപ്നങ്ങൾ, മലയോളം ആശകൾ, പ്രതീക്ഷകൾ. കൂടായി കുടുംബമായി കൂടുമാറിയുമെത്ര നാളുകൾ കടന്നുപോയി നമ്മളും മാറിപ്പോയി. പലതും നാളേക്കായി മാറ്റിവെച്ചിരുന്നു നാം. സമയം കടന്നുപോയി നാം പോലും അറിയാതെ. പിൻവിളി കേൾക്കുന്നു ഞാൻ പോയൊരാ ദിനങ്ങൾ തൻ സങ്കടം ഹൃദയത്തിൽ മൗന നൊമ്പരങ്ങളായി. നേടുവാൻ ജയിക്കുവാൻ നേടിയെടുക്കുവാനായി പോയൊരാ തിരക്കിൽ നാം സ്നേഹിക്കുവാൻ മറന്നുവോ? ജീവിത കൊടും ചൂടിൽ വാടിയോ പ്രേമാർദ്രമായി സൗരഭം പൊഴിക്കേണ്ടും സുന്ദര നിമിഷങ്ങൾ കാണുവാൻ മറന്നുവോ നമുക്കായി കാലം തീർത്ത പൂനിലാവിനെ, കണിക്കൊന്നയെ, പൂഞ്ചോലയെ. കേൾക്കുവാൻ മറന്നുപോയി
നമ്മളുടെ ഹൃദയത്തിൽ നേർത്തരോദനം നീറും മനസ്സിൻ വിശ്വാസങ്ങൾ. ഇന്നലെ കടന്നുപോയി, നാളെ എന്താണെന്നറിയില്ല. ഇന്നു മാത്രമേയുള്ളൂ നമുക്കാസ്വദിക്കുവാൻ. എന്നിട്ടും എന്തേ നമ്മൾ സ്നേഹിക്കുവാൻ മറന്നുപോയി, തങ്ങളിൽ പരസ്പരം ലാളിക്കുവാൻ മറന്നുപോയി. വെള്ളി വീണൊരു മുടിച്ചുരുളിൽ തലോടിയൻ നെഞ്ചിലിത്തിരി നേരം ചേർത്തൊന്നു പിടിക്കുവാൻ. കുങ്കുമം പടർന്നൊരാ നെറ്റിയിലൊരു സ്നേഹ ചുംബനമർപ്പിക്കുവാൻ എന്തേ ഞാൻ മറന്നുപോയി. വെയിൽ മാറുന്നു, ഇരുൾ മൂടുന്നു, ചുറ്റും നമുക്കിനിയും തുടരേണം അല്പദൂരം ഈ യാത്ര. വരികയൻ നെഞ്ചിൽ ചേർന്നു നിൽക്കുക, വിറയാർന്ന കരപല്ലവങ്ങളിൽ ഒന്നു ഞാൻ തലോടട്ടെ. ഇനിയും വേനൽ വരും, വർഷവും പൊന്നോണവും വിഷുവും കടന്നു പോം, കാലമാം രഥം പോകെ. ധനുമാസത്തിൻ കുളിർവെണ്ണിലാവൂറും രാവിൽ തിരുവാതിരയും കവി ചൊന്നതുപോലെ. പോകട്ടെ പോയൊരാ നല്ല നാളുകൾ സഖി, സ്നേഹിച്ചു തീർക്കാം നമുക്കിനിയുള്ളൊരു കാലം. ഇനിയും വരുമല്ലോ വർഷവും വസന്തവും, തിരുവാതിരയും പൊന്നോണക്കാലവും വീണ്ടും. ഇനിയും വരുമല്ലോ വർഷവും വസന്തവും, തിരുവാതിരയും പൊന്നോണക്കാലവും വീണ്ടും. താങ്ക് യു. നമുക്ക് സ്നേഹിക്കാൻ മറക്കാതിരിക്കാം. സായന്തനം നന്നായിരുന്നു, നല്ല കവിത. അടുത്തത് നമ്മുടെ കഥാ അവലോകനവുമായി മോഹൻദാസ് നായനാർ ജി വരുന്നു. നമുക്ക് ഒരു ഉറപ്പുകൂടെ തന്നിട്ടുണ്ട്, ഇനി എല്ലാ മാസവും നമ്മുടെ സാന്ദ്രലയം പ്രോഗ്രാമിന് ഒരു സ്ഥിരം കഥാ അവലോകനം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ്. അതിനായിട്ട് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ശ്രീ നായനാർജിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം ഒരു ക്ഷമാപണമാണ്. ഞാൻ കഥ അവലോകനം എന്ന് പറഞ്ഞിരുന്നെങ്കിലും 2 ദിവസത്തിന് മുമ്പേ വായിക്കാൻ കിട്ടിയ ഒരു ജീവിതകഥയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അതും ഇന്ന് 2026 ഒരു 94 വർഷങ്ങൾക്ക് മുമ്പേ 1930 ഇന്നത്തെ പോലെയുള്ള ഒരു യുദ്ധരംഗത്തിന്റെ പിന്നണിയിലുള്ള ഒരു യാഥാർത്ഥ്യ ജീവിതകഥയാണ് ഇവിടെ പറയുന്ന. പിന്നെ അല്പസമയം കൂടി പോയെങ്കിൽ ജേക്കബ് സാർ അതൊന്ന് കഥയിൽ ക്ഷമിക്കുക. ഓക്കെ, തലക്കെട്ട് ഇങ്ങനെയാണ്: ഇതൊക്കെയാണെങ്കിലും മനുഷ്യരുടെ ഉള്ളിൽ ഇപ്പോഴും നന്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. In spite of everything, I still believe that people are really good at heart. Story of the day. ഇരുട്ടിലെ നക്ഷത്രം. 1930കളുടെ തുടക്കം. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പട്ടണം. കച്ചവടത്തിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഓട്ടോ ഫ്രാങ്ക് എന്ന പിതാവ് തന്റെ സകല ക്ഷീണവും മറക്കുന്നത് ആ വീടിന്റെ പടിവാതിൽക്കലായിരുന്നു. അടുക്കളയിൽ നിന്ന് ഭാര്യ എഡിത്തിന്റെ പാചകത്തിന്റെ ഗന്ധം. സ്വീകരണമുറിയിൽ പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്ന മൂത്ത മകൾ മാർഗരറ്റ്. എന്നാൽ ആ ശാന്തതയെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഒരു കുഞ്ഞു ശലഭം അവിടെ പാറി നടപ്പുണ്ടായിരുന്നു. ഓട്ടോയുടെ മടിയിൽ ചാടിക്കയറിയും ചേച്ചിയുടെ പുസ്തകം തട്ടിത്തെറിപ്പിച്ചും അവൾ ആ വീടിന്റെ ജീവശ്വാസമായി മാറി. ആ കുടുംബത്തിന്റെ ഹൃദയ തുടിപ്പായിരുന്നു ആ കുസൃതി കുട്ടിയെ ലോകം ആൻ ഫ്രാങ്ക് എന്ന് വിളിച്ചു. അന്നത്തെ ജർമ്മനിയിലെ മറ്റേത് കുട്ടിയെയും പോലെ വർണ്ണശബളമായ ഒരു ലോകമായിരുന്നു അവളുടേത്. എന്നാൽ ആ കുഞ്ഞു ലോകത്തിന് മുകളിൽ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. അവൾക്ക് 3 വയസ്സാകുമ്പോഴേക്കും ജർമ്മനിയുടെ തെരുവുകളിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ വിദേശ രാഷ്ട്രീയം പേര് പിടിച്ചു തുടങ്ങിയിരുന്നു. ജൂതന്മാർക്കെതിരെയുള്ള വേട്ടയാടലുകൾ ആരംഭിച്ചു. തന്റെ കുഞ്ഞുങ്ങൾ ഈ മണ്ണിൽ സുരക്ഷിതരല്ലെന്ന് തിരിച്ചറിഞ്ഞ ഓട്ടോ ഫ്രാങ്ക് 1933 വീടും നാടും ഉപേക്ഷിച്ച് കുടുംബസമേതം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് പലായനം ചെയ്തു. പ്രിയപ്പെട്ട
കളിപ്പാട്ടങ്ങളും കൂട്ടുകാരെയും ഉപേക്ഷിച്ച് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ആ 4 വയസ്സുകാരി പുതിയൊരു നാട്ടിലേക്ക് വണ്ടി കയറി. ആംസ്റ്റർഡാം അവർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. ഓട്ടോ പുതിയ വ്യാപാരം തുടങ്ങി. ആൻ ഡച്ച് ഭാഷ പഠിച്ചു. പുതിയ കൂട്ടുകാരെ നേടി. ജർമ്മനിയിലെ ഭീകരത ഒരു ദുസ്വപ്നം പോലെ മറന്ന് 7 വർഷത്തോളം അവർ സമാധാനത്തോടെ ജീവിച്ചു. എന്നാൽ ആ സന്തോഷത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1940-ൽ നാസി സൈന്യം നെതർലാൻഡ്സും കീഴടക്കി. അവർ ഭയന്നോടിയ അതേ നിയമങ്ങൾ അവരെ വീണ്ടും തേടിയെത്തി. ജൂതന്മാർക്ക് പാർക്കിൽ പോകാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല. ഒടുവിൽ അവരെ തിരിച്ചറിയാൻ വസ്ത്രത്തിൽ മഞ്ഞ നക്ഷത്രം തുന്നിപ്പിടിപ്പിക്കണമെന്ന ഉത്തരവും വന്നു. ആനിന്റെ ലോകം വീണ്ടും ചെറുതായി. 1942 ജൂലൈ ആനിന്റെ 17-കാരിയായ സഹോദരി മാർഗരറ്റിന് നാസി ക്യാമ്പിലേക്ക് ജോലിക്കായി ഹാജരാകാൻ കത്ത് വന്നു. അത് മരണത്തിലേക്കുള്ള വിളിയാണെന്ന് ആ പിതാവിന് അറിയാമായിരുന്നു. ഒട്ടും വൈകാതെ തൻ്റെ ഓഫീസിന്റെ മുകളിലുള്ള ഒരു പുസ്തക ഷെൽഫ് കൊണ്ട് മറച്ചു വെച്ച രഹസ്യ മുറിയിലേക്ക് സീക്രട്ട് അനക്സ് 8 പേരടങ്ങുന്ന ആ സംഘം ഒളിവിൽ പോയി. അങ്ങനെ 13 വയസ്സുകാരിയെ ആൻ ഫ്രാങ്ക് പുറം ലോകത്തിന് അദൃശ്യയായി. പകൽ സമയങ്ങളിൽ അനങ്ങാനോ ഉറക്കെ സംസാരിക്കാനോ പാടില്ല. ജനലിലൂടെ കാണുന്ന ആകാശത്തിന്റെ ഒരു തുണ്ടും ഒരു മരവും മാത്രമായിരുന്നു പുറം ലോകവുമായുള്ള ബന്ധം. ശ്വാസം മുട്ടിക്കുന്ന ആ ഒളിവ് ജീവിതത്തിലാണ് അവൾ തൻ്റെ ഡയറിയായ കിറ്റിയെ ഏറ്റവും അടുത്ത സുഹൃത്താക്കിയത്. തൻ്റെ ഭയവും സ്വപ്നങ്ങളും പ്രണയവും അവൾ ആ താളുകളിൽ കുറിച്ചിട്ടു. 2 വർഷം കടന്നുപോയി. 1944 ആഗസ്റ്റ് 4 വെള്ളിയാഴ്ച രാവിലെ യുദ്ധം അവസാനിക്കാറായെന്നും തങ്ങൾ ഉടൻ രക്ഷപ്പെടുമെന്നുള്ള നേരിയ പ്രതീക്ഷമായിരുന്നു അവർ. എന്നാൽ അന്ന് രാവിലെ 10:30 നാസി പോലീസുകാരുടെ ബൂട്ടിന്റെ ശബ്ദം ആ രഹസ്യ മുറിക്ക് പുറത്ത് മുഴങ്ങി. ഒറ്റിക്കൊടുക്കപ്പെട്ട അവർ പിടിക്കപ്പെട്ടു. പുസ്തക സെൽഫ് വലിച്ചു മാറ്റി തോക്കൻ മുനയിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആനിന്റെ ആ ചുവന്ന ഡയറി നിലത്ത് ചിതറി വീണു. അത് എടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സ്വന്തം സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച നാസികൾക്കൊപ്പം അവൾ പടിയിറങ്ങി. അതൊരു സാധാരണ പടിയിറക്കമായിരുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കുള്ള മരണയാത്രയുടെ തുടക്കമായിരുന്നു. ആദ്യം വെസ്റ്റേൺ പോർക്കിലും പിന്നീട് ശ്വാസം പോലും എടുക്കാൻ ഇടമില്ലാത്ത ഒരു കന്നുകാലി വാഗനിൽ കുത്തി നിറച്ച് ഭയാനകമായ ഓഷിറ്റ്സ് നരകത്തിലേക്കും അവർ മാറ്റപ്പെട്ടു. അവിടെ വെച്ചാണ് ആ കുടുംബം അവസാനമായി പിരിയുന്നത്. പുരുഷന്മാരെയും സ്ത്രീകളെയും 2 നിരകളായി മാറ്റിയപ്പോൾ അച്ഛൻ ഓട്ടോ ഫ്രാങ്കിനെ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒരു യാത്രാമൊഴി നൽകാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ക്യാമ്പിനുള്ളിൽ അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കി. തല മുണ്ടനം ചെയ്തു, കയ്യിൽ നമ്പർ പച്ചക്കുത്തി. കൺമുന്നിൽ അമ്മ പട്ടിണി കിടന്ന് മരിക്കുന്നത് ആ സഹോദരിമാർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. വൈകാതെ ആനിനെയും മാർഗരറ്റിനെയും ബെർഗൻ ബെൽസൺ എന്ന മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി. അതൊരു നാസി ഉന്മൂലന കേന്ദ്രമായിരുന്നില്ല, മറിച്ച് രോഗവും പട്ടിണിയും കൊണ്ട് മനുഷ്യർ കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന ഒരിടമായിരുന്നു. ചെളി നിറഞ്ഞ തണുത്ത നിലത്ത് അവർ വിറച്ചു കിടന്നു. അവിടെ വെച്ച് ടൈഫസ് രോഗം ബാധിച്ച് സ്വന്തം ചേച്ചി മാർഗരറ്റും അവളുടെ കൺമുന്നിൽ മരിച്ചു വീണു. അതോടെ ആൻ പൂർണ്ണമായി തകർന്നു. ഒടുവിൽ 1945 ഫെബ്രുവരിയിൽ ക്യാമ്പ് മോചിപ്പിക്കപ്പെടാൻ വെറും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രോഗവും പട്ടിണിയും ബാധിച്ച് തകർന്ന ഹൃദയവുമായി ആൻ ഫ്രാങ്ക് എന്ന ആ 15-കാരിയും മരണത്തിന് കീഴടങ്ങി. അവരുടെ ശരീരം ഏതോ കൂട്ട ശവക്കുഴിയിൽ അപ്രത്യക്ഷമായി. 2ാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ വിജയിച്ചതോടെ 1945 ഏപ്രിൽ 15 ബ്രിട്ടീഷ് സൈന്യം ആ നരകവാതിലുകൾ തകർത്ത് ക്യാമ്പിലേക്ക് കുതിച്ചെത്തി. ബാക്കിയുണ്ടായിരുന്ന തടവുകാരെ മോചിപ്പിച്ചു. ഏതാനും ആഴ്ചകൾ കുറച്ചു ദിവസങ്ങൾ കൂടി ആ കുഞ്ഞുടൽ പിടിച്ചു നിന്നിരുന്നെങ്കിൽ
അവൾക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ ആകാശം കാണാമായിരുന്നു. കൊടിയ ക്രൂരതകൾക്ക് നടുവിൽ നിന്നിട്ടും മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എന്ന് ഡയറിയിൽ കുറിച്ച ആ കൊച്ചു മാലയ്ക്ക് മനുഷ്യന്റെ യഥാർത്ഥ നന്മ കാണാൻ കഴിയാതെ പോയല്ലോ എന്നോർത്ത് ലോകം ഇന്നും കണ്ണീർ വാർക്കുന്നു. 1945 യുദ്ധം അവസാനിച്ചു. എല്ലും തോലുമായി മാറിയ ശരീരവുമായി ഓഷിറ്റ്സിൽ നിന്ന് ഓട്ടോ ഫ്രാങ്ക് മോചിതനായി. തന്റെ പെൺമക്കളെ എവിടെയെങ്കിലും ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ അയാൾ ആംസ്റ്റർഡാമിൽ തിരിച്ചെത്തി. എന്നാൽ സത്യം അറിഞ്ഞപ്പോൾ ആ പിതാവിന്റെ ലോകം തകർന്നുപോയി. തന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നത് താൻ മാത്രമാണെന്ന യാഥാർത്ഥ്യം ഒരു ഇടിത്തീ പോലെ അയാൾ പതിച്ചു. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ആ ദിവസങ്ങളിലൊന്നിലാണ് മീപ് ഗീസ് എന്ന പഴയ സഹായി അയാളെ തേടിയെത്തിയത്. അവരുടെ കയ്യിൽ നാസികൾ അന്ന് നിലത്തെറിഞ്ഞ ആ ഡയറി കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് ആൻ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണ്. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ താളുകൾ മറിച്ചു. അതിലൂടെ ആൻ വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ചിരിയും സങ്കടവും സ്വപ്നങ്ങളും ആ താളുകളിൽ ജീവനോടെ ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ എനിക്കൊരു എഴുത്തുകാരിയാകണം എന്ന അവളുടെ വരികൾ ആ പിതാവിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. തന്റെ മകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അവളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 1947 ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ ആ കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലോകം മുഴുവൻ ആ 15കാരുടെ ശബ്ദം കേട്ടു കരഞ്ഞു. നാസികൾക്ക് ആനിന്റെ ശരീരം ഇല്ലാതാക്കാൻ കഴിഞ്ഞു, പക്ഷേ അവളുടെ ശബ്ദത്തെയും സ്വപ്നങ്ങളെയും ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ലോകം മുഴുവൻ നന്മയുണ്ടെന്ന് വിശ്വസിച്ച ആ പെൺകുട്ടി ഇന്നും പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായി ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇരുട്ടിനെ തോൽപ്പിക്കാൻ ആ ചെറിയ തിരിനാളം മതിയായിരുന്നു. ഇവിടെ തീരുന്നു. ഹൃദയസ്പർശിയായ കഥ, നല്ല കഥ. ഈ ഒരു കോഇൻസിഡൻസ് പറയാം. ഞാൻ ഈ ആൻ എന്ന പദത്തിന്റെ അർത്ഥം അന്ന, ഒരു ക്രിസ്ത്യൻ ലേഡിയുടെ പേരാണ് അന്ന എന്നുള്ളത്. അത് ദയ എന്നാണ് അതിന്റെ അർത്ഥം. അന്ന അല്ലെങ്കിൽ ആൻ എന്ന പദത്തിന്റെ അർത്ഥം ദയ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ലോകം മൊത്തം അവരോട് ദയ കാണിക്കാതിരുന്നെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ഈ ദയ കാണിക്കാനുള്ള ഒരു വലിയ സന്ദേശം കാണിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം മോഹൻദാസ് സാറിന്റെ കഥയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. താങ്ക് യു മോഹൻദാസ് സാർ. ഇനി ഒരു ഭക്തിഗാനവുമായി എത്തുന്നു ശ്രീമതി രജനി. ഏവർക്കും നമസ്കാരം. മുരുകന്റെ ഒരു തമിഴ് ഭക്തിഗാനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ചെറിയ ഭക്തിഗാനമാണ്. ഏറുമയിലേറി വിളയാടും മുഖമൊன்று ஈஷருடன் ஞான மொழி பேசும் முகமொன்று கூறுமடியார்கள் வினை தீர்த்த முகமொன்று குன்றுருவாய் வேல்வாடி நின்ற முகமொன்று மாறுபடி சூரரை வடைத்த முகமொன்று வள்ளிய மனம் புணரா வந்த முகமொன்று ஆறுமுகமான பொருள் நீயருளில் வேண்டும் ஆதியருணாச்சலம் அமர்ந்த பெருமாளே. ஏறுமையில் ஏறி விளையாடும் முகமொன்று ஈஷருடைய ஞான மொழி பேசும் முகமொன்று கூறுமடியார்கள் வினை தீர்த்த முகமொன்று குன்றுருவாய் வேல்வாடி நின்ற முகமொன்று மாறுபடி சூரரை வடைத்த முகமொன்று வள்ளியை மனம் புணரும் வந்த முகமொன்று ஆறுமுகமான பொருள் நீரருள்கள் வேண்டும் ஆதியருணாச்சலம் அமர்ந்த பெருமாளே. ஆதியருணாச்சலம் அமர்ந்த பெருமாளே. താങ്ക് യു. നന്നായിരുന്നു രജനി, താങ്ക് യു. അടുത്തത് ഒരു പുതുമയുള്ള
ക്യാപ്ഷനുമായി വരുന്നു നമ്മുടെ ബാലേട്ടൻ. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാകണം എന്ന്. ഒരു വലിയ എല്ലാവർക്കും സസ്പെൻസ് നമസ്കാരം. ആവട്ടെ. കേൾക്കാവോ? കേൾക്കാം. ആ, നാം എല്ലാം എല്ലായ്പ്പോഴും ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ എങ്ങനെ പണം കൂടുതൽ വെട്ടിപ്പിടിക്കാം എന്നതിനെ കുറിച്ചാണ് ഓരോരുത്തരും ആലോചിക്കുന്നത്. മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നിരന്തരം കേട്ടിട്ടും പറഞ്ഞിട്ടുമൊന്നും ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിനപ്പുറം പാതയമൊരുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ സമ്പന്നരുടെ അവസാനം 6 അടി മണ്ണിന്റെ അവകാശികളായാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് നാം ഉറക്കെ പറയുന്നുണ്ട്. കുന്നോളം സ്വർണം സമ്പാദിച്ചവർ പോലും അതിൽ നിന്ന് ഒരു തരിയും കൂടെ കൊണ്ടുപോകുന്നില്ലെന്നതിന് നാം സാക്ഷികളാണ്. എന്നിട്ടും വെട്ടിപ്പിടിക്കാനുള്ള നമ്മുടെ ആർത്തി വിട്ടുപോകുന്നില്ല. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണ് വലിയ മനസ്സ്. 1000 കിട്ടണമെന്ന ചിന്ത തന്നെ ഉള്ളിൽ കിടന്നു പെടുകയാണെങ്കിൽ 100ന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കയില്ല. വലിയ മാളികകൾ സ്വപ്നം കണ്ടിരിക്കുകയാണെങ്കിൽ കുടിലിൽ കിടക്കുന്നവന് ഉറക്കം സുഖമാവില്ല. അവിടെയാണ് ഭൗതിക ജീവിതം ആസ്വദിക്കണമെങ്കിൽ നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്ന് എന്ന സന്ദേശം പ്രസക്തമാകുന്നത്. വീടില്ലാത്ത തെരുവിലും പീഡികക്കോലായിലും കിടന്നുറങ്ങുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കുടിലിൽ കിടക്കുന്നവന് മനസമാധാനം ലഭിക്കുന്നത്. അപ്പോഴാണ് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനസമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെയായി നമ്മുടെ ഭൗതിക ജീവിതം കൃത്യമായി സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു സൂചനകളാണ്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാനുള്ള വേദികളാണവ. ഓരോ ദിവസം കഴിയുന്തോറും നാം ആലോചിക്കണം, എൻ്റെ ഇന്നലത്തെ ദിവസം എത്രമാത്രം നന്മ നിറഞ്ഞതായിരുന്നു, എന്തൊക്കെ അരുതായ്മകൾ ഞാൻ ഇന്നലെ ചെയ്തു കൂട്ടി. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ആലോചിക്കുന്നതിന് വേണ്ടി നാം ചിലവഴിക്കുകയാണെങ്കിൽ വലിയൊരർത്ഥത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. നന്മകൾ വർദ്ധിക്കാനും തിന്മകളുടെ തോത് കുറക്കാനും ഇത് നമ്മെ സഹായിക്കും. ഓരോ ദിവസം ഇങ്ങനെ ആത്മവിചാരണ നടത്തുന്നവർക്ക് വർഷാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം ഉണ്ടാകുമെന്ന് തീർച്ച. പുതുവർഷം വീണ്ടും വിചാരത്തിന്റെ ഇതാണ്. ഒരൊറ്റ നിമിഷത്തിന്റെ ചിന്ത മതി നമ്മുടെ ജീവിതം മുഴുവൻ മാറാൻ. ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാകുന്നതെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ചില ചോദ്യങ്ങളോ ഉത്തരങ്ങളോ സംശയങ്ങളോ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പരാമർശിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ 3 അന്ത്യാഭിലാഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചക്രവർത്തിയുടെ അന്ത്യം അടുത്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോൾ സേനാനായകനെ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ല, എന്റെ മരണം അടുത്തിരിക്കുന്നു, എനിക്കുള്ള അന്ത്യാഭിലാഷങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം. സേനാനായകൻ ഉത്തരവാദിത്വ ബോധത്തോടെ കൂടി ചക്രവർത്തിയുടെ അന്ത്യാഭിലാഷങ്ങൾ കേൾക്കാൻ കാതോർത്തു. തന്നെ മറവ് ചെയ്യുമ്പോൾ തന്നോടൊപ്പം തന്നെ ചികിത്സിച്ച വൈദ്യനെയും മറവ് ചെയ്യണം. 2ാമത്തെ അഭിലാഷം ഇപ്രകാരം വ്യക്തമാക്കി, ഞാൻ ഇക്കാലമത്രയും സമ്പാദിച്ച സ്വർണ്ണക്കട്ടികളും രത്നങ്ങളും ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമെല്ലാം മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന യാത്രക്കിടെ വഴിയിൽ വിതറുക. ചക്രവർത്തിയുടെ 3ാമത്തെ അഭിലാഷം ഇതായിരുന്നു. തന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ 2 കൈകളും ശവപ്പെട്ടിയിൽ നിന്നും പുറത്തേക്ക് തൂക്കിയിടണം. ചക്രവർത്തിയുടെ അന്ത്യാഭിലാഷങ്ങൾ വിചിത്രമായിരിക്കുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടത്. ഇവ കേട്ടപ്പോൾ സേനാനായകന് അമ്പരപ്പുണ്ടായി. അദ്ദേഹം ജിജ്ഞാസയോടെ ചോദിച്ചു, അങ്ങയുടെ ആഗ്രഹങ്ങൾ വളരെ വിചിത്രമാണ്, എങ്കിലും അവ നടപ്പാക്കുന്ന യാതൊരു വീഴ്ചയും ഞാൻ വരുത്തുകയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സേനാനായകന്റെ ചോദ്യത്തിന് മറുപടി എന്നോണം ചക്രവർത്തി തന്റെ ആഗ്രഹങ്ങളുടെ പൊരുൾ വ്യക്തമാക്കി. തന്നോടൊപ്പം തന്നെ ചികിത്സിച്ച വൈദ്യനെ കൂടി മറവ് ചെയ്യണം എന്ന് പറഞ്ഞത് ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ്
മുമ്പിൽ വൈദ്യശാസ്ത്രം എത്രത്തോളം വ്യർത്ഥമാണെന്ന് മനുഷ്യവംശത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ആയുസ് നീട്ടിക്കൊണ്ടുപോകാൻ വൈദ്യശാസ്ത്രത്തിന് സാധിക്കുകയില്ല. വൈദ്യനും മരണമുണ്ട് എന്ന് അത് ബോധ്യപ്പെടുത്തുന്നു. തന്റെ ആയുഷ്കാലം കൊണ്ട് വെട്ടിപ്പിടിച്ച സമ്പത്തുകളെല്ലാം അർത്ഥശൂന്യമാണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സ്വർണ്ണക്കട്ടിയും രത്നങ്ങളുമെല്ലാം വഴിയിൽ വിതരാൻ പറഞ്ഞത്. കൂടി വന്നാൽ ശവക്കുഴി വരെ മാത്രമേ സമ്പാദ്യങ്ങൾ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സമ്പാദിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ നിഷ്ഫലമാണെന്ന് അത് സൂചിപ്പിക്കുന്നു. ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ എന്ന പോലെ മടങ്ങുമ്പോഴും കൈകൾ ശൂന്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നു ശവപ്പെട്ടിയിൽ നിന്നും കൈകൾ പുറത്തേക്ക് ഇടണമെന്ന് മൂന്നാമതായി ചക്രവർത്തി പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്ത്യാഭിലാഷങ്ങൾ നടപ്പിലാക്കിപ്പെട്ടിരുന്നു എന്നതിന് ചിന്തക്കപ്പുറം ഇവ നൽകുന്ന ഉൾവെളിച്ചമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പുതിയ അജണ്ടകളിലായി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. നമസ്തേ. ഓ, ബാലേട്ട വലിയ ഒരു സന്ദേശമാണ് നൽകിയത്. ഒരു കണ്ണുള്ളവൻ രണ്ട് കണ്ണുള്ളവരെ നോക്കി പരിതാപപ്പെടാതെ രണ്ട് കണ്ണുമില്ലാത്തവരെ നോക്കി എനിക്ക് ഒരു കണ്ണെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കുകയാണ് വേണ്ടത് എന്ന് ആരോ പറഞ്ഞ ഒരു 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 പഴമൊഴി കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ രണ്ട് കൈയും ശവപ്പെട്ടിയുടെ രണ്ട് സൈഡിലായിട്ട് ഇടണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇത്ര വ്യക്തമാക്കി തന്നതിന് വളരെ വളരെ നന്ദി. താങ്ക് യു. ഇനി ഇതുവരെ ഇല്ലാത്ത ഏറ്റവും നല്ല ഒരു ഐറ്റവുമായി നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മുടെ രമ്യാജി എത്തുന്നു. കളരി അഭ്യാസത്തോടൊപ്പം യോഗ ഡാൻസുമായി. വെൽക്കം രമ്യാജി. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നില്ലല്ലോ. കേൾക്കാം. കുറച്ച് വോളിയം കുറവാണ്. വോളിയം കുറച്ച് കൂട്ടും. പാട്ട് ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാം, അത് കേൾക്കാൻ പറ്റുമോ നോക്കണേ. കേൾക്കുന്നില്ല. കേൾക്കാമോ? മ്യൂട്ടാണോ നോക്ക്. സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് കേൾക്കാലോ. സൗണ്ട് ഉണ്ട്, കുറച്ച് കുറവാണ്. മാക്സിമം ആണെങ്കിൽ അത് മതി. പറ്റൂല, കുറവാണെന്നേ ഉള്ളൂ. മാക്സിമം ആണ്. ഓക്കെ. അല്ല, ഒരാളുടെ അവരവരുടെ സിസ്റ്റത്തിന്റെ ഒന്ന് സൗണ്ട് കൂട്ടുക, വോളിയം കൂട്ടുക. പാട്ട് ഒക്കെ വെച്ചത് കേട്ടായിരുന്നോ? സൗണ്ട് ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് നമ്മുടെ വടക്കൻ കളരിയുടെ കൂത്തറവന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതൊരു പാട്ടോടുകൂടി അത് ചെയ്യും, പാട്ടിൻ്റെയോടുകൂടിയാണ് ചെയ്യുന്നത്. സെക്കൻഡ് നമ്മുടെ യോഗയുടെ കുറച്ച് സ്റ്റെപ്പുകൾ കൂടി ആഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കേട്ടല്ലോ അല്ലേ? കേട്ടു. സൗണ്ട് ഇല്ല.
ഇത് ഒരു പൂത്തറവന്ദനമാണ്. കാണാറുണ്ടല്ലോ അല്ലേ? ഓക്കെ. സൗണ്ട് ഹലോ, ഇല്ല. പക്ഷെ വന്ദനം കേട്ടില്ല, പാട്ട് കേട്ടില്ല. കുറച്ചുകൂടെ അടുത്ത് നിന്നാ കൊള്ളാമായിരുന്നു. അടുത്ത് നിൽക്കാൻ പറ്റില്ലേ? മുന്നോട്ട് വരണം. ഓക്കെ. താങ്ക് യു. അടുത്തിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റാഞ്ഞതിന്റെ ഒരു വിഷമം.
താങ്ക് യു രമ്യാജി. അതിങ്ങനെ സൗണ്ട് കേട്ടില്ല. സൗണ്ടിന്റെ ഇത്തിരി പ്രശ്നം സൗണ്ട് ഉണ്ടായിരുന്നു. സാരമില്ല. സൗണ്ട് ഞങ്ങളെല്ലാം കൂട്ടിയിട്ടെങ്കിൽ അടിപൊളി. പാട്ട് കേൾക്കുന്നില്ലായിരുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അടുത്തത് നമ്മുടെ ഉണ്ടായിരുന്നു. ചെയ്യാം. ലാസ്റ്റ് ഐറ്റം നമ്മുടെ ആസ്ഥാന ഗായികയെ ഗീതുവിനെ ഒരു ഗാനത്തിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ നമ്മുടെ ONV കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തന്നെ പാടിയേക്കാം. ജയേന്ദ്രൻ പാടിയ പാട്ടാണ് ഇത്. ജോഷി സാർ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ പാട്ട്. ജോഷി സാർ ഇഷ്ടമുള്ള പാട്ടാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ജന്മം എന്നൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി. കാലത്തിൻ കണികയാമീ ഒരു ജന്മത്തിൻ ജാലകത്തിലൂടെ വരതയെ നോക്കി ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലതല്ലി ആത്തിടുന്നു. ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലതല്ലി ആത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. താങ്ക് യു. മനോഹരമായിരുന്നു. ജയചന്ദ്രന്റെ ഏറ്റവും നല്ല പാട്ട്. നല്ലൊരു പാട്ടാണ്. അപ്പൊ നമ്മുടെ പ്രദീപ് സാർ എത്തിയിട്ടുണ്ട്. സാറ് 2 വാക്ക് സംസാരിച്ചിട്ട് പോകും, എന്നിട്ട് നമുക്ക് നന്ദി പ്രകടനത്തിന് നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് കുറച്ച് വളരെ താമസിച്ചാണ് കയറാൻ പറ്റിയത്. രമ്യാജിയുടെ മെയ് വഴക്കത്തോടു കൂടിയുള്ള കളരിപ്പയറ്റ് ആണ് നമ്മളെ. കളരിപ്പയറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട അഭ്യാസവും കണ്ടു, ഗീതാജിയുടെ പാട്ടും കേട്ടു. അതിന് മുമ്പിലത്തെ പ്രോഗ്രാം കാര്യമായിട്ട് കേൾക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് ഓൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കേൾക്കാൻ പറ്റിയില്ല.
കഴിവ് നേരത്തെ ഫംഗ്ഷൻ തീർന്നിട്ടില്ല. ഞങ്ങൾ അത്തരം 10 മണി വരെ ഉണ്ട്. നമ്മൾ അവിടെ ഒരു 8:45 ഇറങ്ങിയത്. എന്തായാലും വളരെ സന്തോഷം. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു. അവിടെ വെച്ച് ഇന്ന് കയറിയിരുന്നു. പക്ഷെ എന്തായാലും ഒരു പ്രോഗ്രാം നേരിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഇനി അടുത്ത അവസരങ്ങളിൽ വരുമ്പം അത് നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷം, പങ്കെടുത്തവർക്ക് സന്തോഷം. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ജേക്കബ് സാറിന് വളരെ വളരെ അഭിനന്ദനങ്ങൾ. റോസിക്കും ജേക്കബ് സാറിനും. കാരണം എല്ലാവരെയും സംഘടിപ്പിച്ച് കൃത്യമായി ടൈമിംഗ് ഒക്കെ ഇട്ട് സമയത്തിന്റെ പരിധിക്കുള്ളിൽ. എന്തോ രാധാജി എത്തിയില്ലല്ലോ, മിനിയുടെ വീട്ടിലല്ലേ? ഉണ്ട്, രാധ കസിന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. സാറിന്റെ സാന്നിധ്യത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവങ്ങൾ. ഓക്കെ, അപ്പം നമ്മുടെ നന്ദി പ്രകടനത്തിനും ഇതുവരെയുള്ള പ്രോഗ്രാംസിന്റെ ഫീഡ്ബാക്കിനുമായിട്ട് സ്നേഹം നിറഞ്ഞ ആദരണീയനായ ജോഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും. നമ്മുടെ പ്രോഗ്രാം ശരിക്കും ഇപ്പോ ഒരു 5 മിനിറ്റ് മുന്നേ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സമയത്തിന്റെ ദൗർലഭ്യമൊന്നും ആർക്കും തന്നെ ഉണ്ടായില്ല. എല്ലാവർക്കും വളരെ നന്നായി പരിപാടി അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഈ അവസാനത്തെ സെഷൻ അതിന്റെ പേര് തന്നെ ഫീഡ്ബാക്ക് ആൻഡ് നന്ദി പ്രകാശനം എന്നാണ് വച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പരിപാടിയായി. ആദ്യം തന്നെ ഈ പ്രോഗ്രാം 4ാമത്തേതാണ് നമ്മുടെ തിരി തെളിച്ചത് മുതൽ ഇങ്ങോട്ട് കൂട്ടുമ്പോൾ. അങ്ങനെ 4 മാസങ്ങളായി ഏറ്റെടുത്ത ഈ പരിപാടി ബഹുമാനപ്പെട്ട ജേക്കബ് സാറ് വളരെ നന്നായി നടത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു പരിപാടി ഏറ്റെടുക്കുന്ന വ്യക്തിക്കത് നടത്തിയെടുക്കുക എന്നുള്ളത്, അത് നന്നായി നടത്തിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു പദ്ധതി 10-14 മാസം ഞാൻ കൊണ്ടു നടന്നപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പിന്റെ മഹത്വവും ദൗർബല്യവും എല്ലാം ഏറെക്കുറെ തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളതാണ്. ഈ ഗ്രൂപ്പാണെങ്കിലും ഏത് ഗ്രൂപ്പാണെങ്കിലും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സാറിനെ അഭിനന്ദിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും സഹകരിക്കാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാവരും നടത്തിയാലേ പറ്റത്തുള്ളൂ. എല്ലാവരും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ഈ കാര്യം അത്ര പറ്റുന്നതല്ല. കാരണം ഈ രാവിലെ മുതൽ ഈ 9:45 വരെ എനിക്ക് ഇങ്ങനെ കുത്തിയിരിക്കൽ ഇപ്പം വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ആരംഭ ഭാഗത്തിൽ ഏതെങ്കിലും പരിപാടികൾ ഏറ്റെടുക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ എനിക്ക് ഇന്ന് പ്രഭാതത്തിലും മനസ്സിലായി ഈ പരിപാടി നന്നായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് എടുക്കുന്നതിന് സാറ് നന്നായി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ ഇന്നലത്തെ രാത്രിയും ഒക്കെ ആയിട്ട് മനസ്സിലായപ്പോൾ ഇത് എന്നിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സാറ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ എൻ്റെ കഷ്ടപ്പാടിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ ഈ നേരം അത്രയും ഇരിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത തവണ മുതൽ ഇത് ഏറെ നാൾ നിലനിൽക്കണം. ഇങ്ങനെ ഓരോരുത്തർ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലേശമുണ്ടായാൽ അത് വലിയ പാടായി മാറും. അപ്പൊ മുന്നേ കൂട്ടി തന്നെ ഓരോരുത്തർ സാർ അന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കാൻ. അപ്പൊ ഞാൻ
അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പേര് ഞാൻ അവിടെ ഇടും, ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ അതും ഇതും പറയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് അങ്ങനെ ചെയ്താൽ എതിർക്കത്തില്ല എന്നുള്ളവരെ കുറെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ന് ഇത് സംഘടിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തുടർന്ന് അടുത്ത ധനകാര്യ വർഷം ഏപ്രിൽ മാസം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മുടെ ഈ പരിപാടിയെല്ലാം ധാരാളം പേര് ഏറ്റെടുക്കണം. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കിയാൽ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ഈ 4 തവണയും പങ്കെടുത്ത ആളുകളുണ്ട്. ഞാൻ 4 തവണ ഏതെങ്കിലുമൊക്കെ ആയിട്ട് പങ്കെടുത്തിരിക്കുന്ന ആളാണ്. അപ്പോ ബാക്കിയുള്ളവർ അല്ലാത്ത ഇരിക്കുന്ന ആളുകൾ പറ്റുന്ന കാര്യം ചെയ്തുകൊണ്ട് ഇതിനെ മനോഹരമാക്കി. എന്നാൽ ഈ തവണ സാറ് ഇതിനെ ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഏതാനും പുതുമുഖങ്ങളെ സാർ ഇതിൻ്റെ അകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ എൻ്റെ ഈ ഫീഡ്ബാക്കിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, 4ാമത്തെ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഇന്നൊരു പക്ഷേ ഇതിൽ 23 ഡിവൈസ് ഓൺ ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ അവസാന ഭാഗത്ത് എണ്ണുകയാണ്. അപ്പോ ഈ ഇത്രയും ആളുകൾ ഒരുപക്ഷെ ഇന്നത്തെ ഇതില് വലിയ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന പലരും ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അന്ന് തന്നെ പറഞ്ഞിരുന്നു, നോമ്പിന്റെ പ്രശ്നമുള്ളവരുണ്ട്, യാത്രയുടെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. എങ്കിലും ഈ 23 പേര് ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളത് വലിയൊരു നമ്പറാണ്. അത് എനിക്ക് തോന്നുന്നു ഈ കളരിയും യോഗ ഡാൻസും കാണുക എന്നുള്ള ഒരു വലിയ തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. തുടർന്ന് നമ്മുടെ ഈ പരിപാടികൾ ഒന്നൊന്നാകെ പുരോഗമിക്കുമ്പോൾ എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ അതിനുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ വൈകുന്നേര സമയത്ത് അല്പനേരം ഇങ്ങനെ ഒരു ആസ്വാദ്യകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ ഇടവരുത്തുന്ന ഈ പരിപാടിയെ എല്ലാവരും ആത്മാർത്ഥമായി ഇതുപോലെ തന്നെ തുടർന്നും മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ആവേശത്തോടെ പുതുമയുള്ള അവരവർക്ക് സാധിക്കുന്ന ഈ കഥയും പാട്ടും എന്നുള്ളതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളുടെ ഇന്ന് നമ്മുടെ ഈ പറയുന്ന കളരി യോഗ ഡാൻസും കൂടെ ചേർന്നപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പറ്റുന്ന കാര്യങ്ങൾ പലതുണ്ട്. അത് ഓരോരുത്തരെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യണമെന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പ്രകാശനമെന്ന എൻ്റെ 2ാമത്തെ ഭാഗത്തേക്ക് കടക്കട്ടെ. നന്നായിട്ട് ഇന്നത്തെ ഒരു വിഷയമായിട്ട് തോന്നിയാൽ സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ പരിപ്രേക്ഷ്യമായിരുന്നു എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. പല പരിപാടിയിലും സ്നേഹവും വളരെ നിഴലിച്ചു നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഈശ്വര പ്രാർത്ഥനയിൽ അത് തുടങ്ങി വെച്ചു. സത്യമായി ശുദ്ധ സ്നേഹമായി എന്ന് പാടിക്കൊണ്ടാണ് ബാസി സാർ അത് ആരംഭിച്ചത്. അതിലും ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. സാധാരണ ഏത് സ്ഥലത്ത് നമ്മളൊരു പരിപാടിക്ക് ചെന്നാലും അവിടെ എല്ലാം ഒരു വനിതാ ശബ്ദമാണ് ഈശ്വര പ്രാർത്ഥന. അതെങ്ങനെയോ ഒരു സംവരണ സീറ്റായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സംവരണത്തെ നമ്മൾ ഇന്നിവിടെ പൊളിച്ചു. ഇവിടെ ഒരു പുരുഷൻ, ഞാൻ ഇന്നലെ വൈകിട്ട് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് പോയി. രാവിലെ ഞാനൊരു എനിക്ക് പാടാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇച്ചിരിയെങ്കിലും മെനയായിട്ട് പാടണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു വേള അങ്ങനെ ആഗ്രഹിച്ചു പോയി, ഞാനെന്നാ ഈശ്വര പ്രാർത്ഥന ഏറ്റെടുത്താലോ. പിന്നെയും അതിന് മുതിർന്നില്ല. അതൊരു സാഹസമായിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലെ പാട്ടിന്റെ ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന
ആദ്യം എനിക്ക് പാട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടൽ തുടങ്ങിയ ബാസി സാർ ഇന്ന് നല്ലൊരു പാട്ടുകാരനായി നന്നായിട്ട് പഠിച്ചു തന്നെ പാടുന്ന ആളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പാട്ടിന്റെ വരികൾ അന്വർത്ഥമാകട്ടെ, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അന്വർത്ഥമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് അനിൽജി നടത്തിയ സ്വാഗതം, വിദേശത്തു നിന്ന് കാനഡയിൽ നിന്ന് ഒരു സ്വാഗതമാണ് നമുക്ക് ഈ പരിപാടിക്കായി വന്നത്. അദ്ദേഹം തൻ്റെ ശൈലി നമുക്ക് ബോധ്യപ്പെടുത്തി ഈ ദിനത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഇതിനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയുണ്ടായി. ജേക്കബ് സാറ് യുദ്ധത്തിന്റെ കെടുതിയും ഭീകരതയും ഭീതിയും ഒക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ശാന്തി സമാധാനം ലഭിക്കാൻ, അല്പസ്വല്പം ആശ്വാസമൊക്കെ ലഭിക്കാൻ നമ്മുടെ ഈ പ്രോഗ്രാം ഇടവരട്ടെ എന്നുള്ള ഒരു നല്ല ആശംസയും അധ്യക്ഷ പ്രസംഗവുമാണ് നൽകിയത്. സലീജ ആലപിച്ച ഗാനം ഹൃദ്യമായിരുന്നു. എനിക്കൊരല്പം ശബ്ദക്കുറവ് പോലെ തോന്നിയത് കൊണ്ട് സമ്പൂർണമായിട്ട് എനിക്കതങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. വളരെ നന്നായിരുന്നു എന്ന് സാറ്, ജേക്കബ് സാർ അതിന് രണ്ടാമത് കമന്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. പാട്ടിന്റെ ആ അർത്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്ന് തീർച്ചയായിട്ടും ഞാൻ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സിന്ധുവിന്റെ സായന്തനവും, സിന്ധുവും ഒരു കഥയുടെ ആളായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്. അവിടെ നിന്നും മാറി മറ്റ് പരിപാടികളും അടുത്ത തവണ മുതലൊക്കെ ഏറ്റെടുക്കണം. കഥ വളരെ നന്നായിരുന്നു, യാതൊരു സംശയവുമില്ല. ജീവിത സായാഹ്നത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹിക്കാൻ മറന്നുപോയ ആ കാര്യം, തീർച്ചയായിട്ടും ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സിനിമയുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ പലതും മറന്നുപോയി പലരും ജീവിത സായാഹ്നത്തിലെത്തുമ്പോഴാണ് ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ചിന്തയ്ക്ക് വിഷയോപയോഗിച്ചു. മോഹൻദാസ് സാറ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീതി ആണ് ആ കഥ അവതരിപ്പിക്കുമ്പോൾ യുദ്ധം എല്ലാവരുടെ മനസ്സിലും ഭീതി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കരുണ കാണിക്കുക, ദയ കാണിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു സന്ദേശത്തെയും നമുക്ക് മുമ്പില് വരച്ചു കാട്ടുകയുണ്ടായി. അതൊരു നമ്മുടെ ഒരു ഇംഗ്ലീഷ് കഥയുടെ മോപ്പാസാങ്ങിന്റെ കഥയുടെ ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പാസാങ്ങിന്റെ കഥയുടെ മലയാള അവലോകനമാണ് നടത്തിയത്. ബാലേട്ടൻ നമുക്കെല്ലാവർക്കും കേട്ട് വളരെയേറെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ കഥയാണ് പറഞ്ഞത്. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടണം. അതിന് ഈ അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ എത്രയോ വട്ടം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പലരും കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എങ്കിലും ഇപ്പോഴും വെട്ടിപ്പിടിക്കലിന്റെ ഒന്നും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. ഈ യുദ്ധത്തിന്റെയൊക്കെ പിന്നിൽ ആ ഒരു ഇതുണ്ടല്ലോ, വെട്ടിപ്പിടിക്കലുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട് വെട്ടിപ്പിടിക്കൽ. മനുഷ്യൻ ഒരിക്കൽ പോലും അത് അവസാനിക്കുന്നില്ല. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മരിക്കുന്നതിന്റെ അന്ന് വരെയും MLA യോ മന്ത്രിയോ MP യോ ഒക്കെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹവും ആർക്കും വിട്ടുപോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഈ വെട്ടിപ്പിടിക്കുക, വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു സംഗതി ഉണ്ട്. ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ ഏറ്റവും ധന്യമായ ഒന്നായിരുന്നു കളരിയും യോഗ ഡാൻസും. അത് നമ്മുടെ പ്രിയപ്പെട്ട ഇൻസ്ട്രക്ടർ കൂടി ആയപ്പോൾ അതിന് കൂടുതൽ മികവ് ഉണ്ടായി. രമ്യാജിയുടെ ആ ശരീരം എത്രമാത്രം ഭംഗിയായി ഈ കളരിയോടുകൂടി കൂടുതൽ മികവാർന്നു എന്ന് പറയാതിരിക്കാൻ തരയില്ല. ഇനി കൂടുതൽ അത്
ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വൃക്ഷാസനവും അതുപോലെ തന്നെ ഹനുമാനെ പോലെയുള്ള ആ നിപ്പുമൊക്കെ തീർച്ചയായിട്ടും അനുകരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ നന്നായി പരിശീലനം സിദ്ധിച്ചതിന് ശേഷം ആയിരിക്കട്ടെ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. തീർച്ചയായിട്ടും ഒരു പുതുമയുള്ളതാണ്. പിന്നെ ഈ അത്തരം പരിപാടികൾ ഒരുപക്ഷെ ഇതുപോലെ ഓൺലൈനിൽ അത്ര കൃത്യമായി അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല സ്റ്റുഡിയോ ഇഫക്റ്റിലെ സൗണ്ടും ക്യാമറയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താലേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയത് സ്വാഗതാർഹമാണ്. നമ്മുടെ ശ്രീമതി ഗീതാ രവി, നമുക്കെല്ലാവർക്കും അറിയാം പാട്ടിലെ ഒട്ടും പിന്നിലല്ല. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ടീച്ചർ പറഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു നല്ല ട്രെയിനറായ സുരേഷ്, കണ്ണൂരുകാരനായ സുരേഷിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ കവിതകൾ കൊണ്ട് നിറഞ്ഞാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ വെച്ചാണ് എന്നെ ഈ പാട്ട് വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അദ്ദേഹം കുട്ടികളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അമ്മയുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി അദ്ദേഹം അന്ന് ഉപയോഗിച്ചാണ്. തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ ഈശ്വര പ്രാർത്ഥനയിൽ തുടങ്ങി സ്നേഹത്തിന്റെ അവസാന പാട്ടിൽ അവസാനിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാം ഏറെ സ്നേഹത്തോടെ നടപ്പാക്കുന്ന ജേക്കബ് സാറിന് സാറേ, രജനി മാഡത്തിന്റെ പറഞ്ഞില്ലേ, രജനി മാഡം ഒരു ഭക്തിഗാനം പാടിയായിരുന്നു. സാറ് വിട്ടുപോയതായിരിക്കും. ഓക്കെ വിട്ടുപോയില്ല. രജനി മാമിനെ വിട്ടില്ല. രജനി മാം പാടി 6 മുഖം ഞാൻ നോട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് പോയി. ഇപ്പൊ രജനി മാമിന്റെ 6 മുഖം ഞാൻ ശ്രദ്ധിച്ച പാട്ടാണ്. തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു. ഗീത ടീച്ചറിന്റെ ഈ പാട്ട് അത്തരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടിലാണ് എന്നെ അത് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ ടീച്ചറിനെ കൊണ്ട് പലപ്പോഴും ഈ പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് വളരെ ഹൃദ്യമാണ്. അപ്പൊ സ്നേഹത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കുന്ന ഈ പരിപാടി സ്നേഹത്തോടെ നടത്തുന്ന ജേക്കബ് സാറ്, അതിന് സ്നേഹത്തോടെ കട്ട സപ്പോർട്ട് കൊടുക്കുന്ന റോസ് ടീച്ചർ. അതുകൊണ്ടാണ് സാറിന്റെ തിരക്കിന്റെ ഇടയിൽ ഇതൊക്കെ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇനി അടുത്ത തവണ മുതൽ സ്നേഹത്തോടെ, കൂടുതൽ സ്നേഹത്തോടെ, ഇപ്പൊ സ്നേഹമുണ്ട്, ഇനി കൂടുതൽ സ്നേഹത്തോടെ ഇതിൽ പങ്കാളികളാകട്ടെ. തിരക്കിന്റെ ഇടയിലും പ്രദീപ് സാറും ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു. എല്ലാവർക്കും നന്ദിയുടെ മലരുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു ജോഷ് സാറേ. ഫീഡ്ബാക്കും നന്ദി പ്രകടനവും ജോഷ് സാറിന് ആയുസ്സും ആരോഗ്യവും ഏറ്റവും ഭംഗിയായി ഉണ്ടാകട്ടെ. നന്ദി, ഒരുപാട് നന്ദി. സാറിനെ അവസാനം വരെ ഇരുത്തിയത് ഈ ഫീഡ്ബാക്ക് ഉണ്ടായതുകൊണ്ടാണ് സാർ ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കേണ്ടി വന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇനി അടുത്ത ഒരു പ്രോഗ്രാം സാറിനെ ആദ്യമേ തന്നെ പരിഗണിച്ചോളാം. ഞാൻ അതുകൊണ്ട്